إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ പൂർത്തീകരിച്ച മഹത്തായ ഒരു ദീനിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നാം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിൻ്റെ എല്ലാ കാര്യവും ഏറ്റവും മനോഹരമാണ്. ഈ പരിശുദ്ധ ദീനിലല്ലാതെ നമുക്കൊരു പ്രതാപമില്ല. ഈ പരിശുദ്ധ ദീനിലല്ലാതെ നമുക്ക് ഇഹലോകത്തോ പരലോകത്തോ വിജയമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏതു കാലത്തേക്കും ഏത് നാടിനും ഏത് സാഹചര്യങ്ങൾക്കും വ്യക്തികൾക്കും സമൂഹത്തിനും ഒക്കെ അനുയോജ്യമായ രൂപത്തിലാണ് ഈ ദീൻ നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. ധാരാളം മനോഹാരിതകൾ കൊണ്ട് സമൃദ്ധമാണ് അള്ളാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം. ഈ ദീനിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്നത് സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അടിമകളെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് എല്ലാവരുടെയും ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഈ ദീനിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. അവിടുന്ന് അങ്ങോട്ട് വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ മുഴുവനും സഹോദരങ്ങളെ ഏറ്റവും മനോഹരമാണ്, മഹത്തരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദീനിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ളത്.
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ എല്ലാ നിയമങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്, അവൻ തീരുമാനിച്ചതാണ്. സൃഷ്ടികൾ പടച്ചുണ്ടാക്കുന്ന അവരുടെ നിയമങ്ങൾ പോലെയല്ല സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ. അതേറ്റവും പരിപൂർണമാണ്, ഏറ്റവും നീതിപൂർണമാണ്, ഏറ്റവും യുക്തിപൂർണമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സമ്പൽ സമൃദ്ധമാണ് എല്ലാ കാര്യത്തിലും. ആ ദീനിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്. ഈ പരിശുദ്ധ ദീനിൻ്റെ അനേകം വരുന്ന മനോഹാരിതയിൽപ്പെട്ട ഒരു മനോഹാരിതയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സ്ത്രീകൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനവും ആദരവും. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്ത്രീകളെ ആദരിച്ചിരിക്കുന്നു പരിശുദ്ധ ദീനിൽ. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ദീനുമായി വരുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ജാഹിലിയത്തിലെ ആളുകൾക്ക് അപമാനമായിരുന്നു. അല്ലാഹു അത് നമ്മെ അറിയിക്കുന്നു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അങ്ങനെ അതാ അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞിനെ കൊണ്ട് അല്ലാഹു സന്തോഷവാർത്ത അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖമത വെറുപ്പ് കൊണ്ട്, ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട്, ദുഃഖഭാരം കൊണ്ട് കറുത്തിരുണ്ടു പോകുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. അവർക്ക് ആ കിട്ടിയ സന്തോഷവാർത്ത, ആ സന്തോഷവാർത്തയെ അവർ മോശമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ നിന്ന് ആ പെൺകുഞ്ഞിനെ മറച്ചു വെക്കുമായിരുന്നു. അവർ പുറത്തേക്ക് ആളുകൾക്ക് കാണിക്കാതെ, ആളുകളെ അറിയിക്കാതെ ഗോപ്യമായി വെക്കുമായിരുന്നു. എന്നിട്ട് അവർ ചിന്തിക്കും, അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. അപമാനം സഹിച്ചുകൊണ്ട് ഈ പെൺകുഞ്ഞിനെ ഞാൻ വളർത്തണോ, അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണോ? അല്ലാഹു പറയുന്നു, അലാ സാഅ മാ യഹ്കുമൂൻ. അറിയുക, എത്ര മോശമായ തീരുമാനമാണ് അവർ എടുത്തിരുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ വരുന്നതിന് മുന്നേ, ഈ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ വരുന്നതിന് മുന്നേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി, നബിയായി വരുന്നതിന് മുന്നേ സ്ത്രീകൾ അപമാനിതരായിരുന്നു. സ്ത്രീകൾ കുഴിച്ചു മൂടപ്പെട്ടിരുന്നു. സ്ത്രീകൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് യാതൊരു വിലയും ആ നാട്ടിൽ കണ്ടിരുന്നില്ല. എന്നിടത്ത് നിന്നാണ് പരിശുദ്ധ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ, സ്ത്രീകൾക്ക് സ്ഥാനങ്ങൾ നൽകിയത്, സ്ത്രീകളെ ആദരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ. രണ്ട് പെൺകുട്ടികളെ ആരാണോ നന്നായി വളർത്തി വലുതാക്കി പ്രായപൂർത്തി വരെ എത്തിച്ച് അങ്ങനെ അവരെ വിവാഹം ചെയ്തയക്കുന്നത്, ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ വളമ്മ അസാബിഅഹു. ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയും ഞാനും ഇതാ ഇതുപോലെയാണ് അവിടുത്തെ വിരലുകൾ അവിടുന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് സഹാബത്തിന് കാണിച്ചു കൊടുത്തു. സഹോദരങ്ങളെ നോക്കൂ, കുഴിച്ചു മൂടപ്പെടുന്നതിൽ നിന്ന്, അപമാനിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനത, രണ്ട് പെൺകുഞ്ഞുങ്ങളെ ആരെങ്കിലും വളർത്തി വലുതാക്കി അവരേറ്റവും നല്ല രൂപത്തിൽ ഒരു പിതാവിൻ്റെ ധർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ്, ഇതുപോലെയുള്ള ഹദീസുകൾ പറഞ്ഞപ്പോൾ സഹാബത്ത് പറയുകയാണ്, ഒരു കുഞ്ഞാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറയുമായിരുന്നു. അഥവാ സഹോദരങ്ങളെ, ഒരു പെൺകുഞ്ഞ്, അതല്ലെങ്കിൽ രണ്ട് പെൺകുഞ്ഞ്, അതല്ലെങ്കിൽ മൂന്ന്, എത്രയാണോ ഒരാൾ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കി അങ്ങനെ ആ പെൺകുട്ടിയോട് കാണിക്കേണ്ട ബാധ്യതകളൊക്കെ നിറവേറ്റിയാൽ ആ പിതാവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖിയാമത്ത് നാളിൽ ഒരുമിച്ചായിരിക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, ഇസ്ലാം വരുന്നതിന് മുന്നേ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് തലതിരിഞ്ഞുപോയ യുക്തിയില്ലാത്ത യുക്തിവാദികൾ
അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ, അങ്ങനെയുള്ള വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് പരിശുദ്ധ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവരെ പിന്നോക്ക വിഭാഗമായി പിന്തള്ളിയിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്ലാം വരുന്നതിന് മുന്നെയാണ് അവർ അധപ്പതനത്തിൽ കഴിഞ്ഞിരുന്നത്, അവരെ കുഴിച്ചു മൂടിയിരുന്നത്, അവർ ജനിക്കുക എന്നത് ഒരു പിതാവിന് അപമാനമായിരുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൽ അഭിമാനമാണ്. പെൺകുട്ടികൾ എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ഒരു പെണ്ണ്, അവൾ 5 നേരത്തെ നിസ്കാരങ്ങൾ നിറവേറ്റി, റമദാനിലെ ഒരു മാസത്തെ നോമ്പനുഷ്ഠിച്ചു, അവളുടെ ലൈംഗികാവയവം സൂക്ഷിച്ചു, അവൾ ഭർത്താവിനെ അനുസരിച്ചു എങ്കിൽ അവളോട് പറയപ്പെടും ഖിയാമത്ത് നാളിൽ, സ്വർഗത്തിൻ്റെ ഏത് വാതിലുകളിലൂടെയാണോ നിനക്ക് സഞ്ചരിക്കാൻ പ്രവേശിക്കാൻ ഇഷ്ടമുള്ളത്, നീ അതിലൂടെ പ്രവേശിച്ചു കൊള്ളുക. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ ദീനിൽ എല്ലാ കെട്ടിക്കൊടുക്കുകളും സ്ത്രീകൾക്ക് മുകളിൽ നിന്നും അഴിച്ചിരിക്കുന്നു. ഒരു ഭാണ്ഡക്കെട്ടുകളും അവരുടെ തലയിലില്ല. അവർ സ്വതന്ത്രരാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചാൽ, അവർക്ക് നിശ്ചയിക്കപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ പരലോകമോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ സ്ത്രീകളോട്, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. ഒരു ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ഇനി ഉമ്മയാവട്ടെ, സഹോദരിയാവട്ടെ, ആരുമാവട്ടെ, അള്ളാഹുവിൻ്റെ ദീനിൽ അവരെ ആദരിക്കാൻ, അവരോട് ഏറ്റവും നന്നായി പെരുമാറാൻ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന അള്ളാഹുവിനോടുള്ള ബാധ്യത എടുത്തു പറഞ്ഞ ഉടനെ അള്ളാഹു പല സ്ഥലങ്ങളിലും മാതാപിതാക്കളുടെ കാര്യം എടുത്തു പറഞ്ഞതായി കാണാം. അവിടെ ഉമ്മയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, മനുഷ്യനോടതാ അവൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം വസിയത്ത് നൽകുന്നു, നാം ഉപദേശം നൽകുന്നു. എന്താണ്? ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ, അവൻ്റെ ഉമ്മാദാ അവനെ പ്രയാസത്തിന് മീതെ പ്രയാസം സഹിച്ചുകൊണ്ട് ഗർഭം ചുമർന്നു, എന്നിട്ടതാ 2 വർഷക്കാലം അവന് മുലയൂട്ടി. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഉമ്മയുടെ കാര്യത്തിൽ അള്ളാഹു ഇതാ വസിയത്ത് നൽകുന്നു, മനുഷ്യ അനിഷ്കുർലി വലിവാലിദൈക, നീ എനിക്ക് അഥവാ റബ്ബായ അള്ളാഹുവിന് നീ നന്ദി കാണിക്കുക, അതുപോലെ നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി കാണിക്കുക. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ദീനിൽ ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീ ആദരിക്കപ്പെടുന്നവളാണ്. ഒരിക്കലും സ്ത്രീയെ ഇസ്ലാമിൽ അടിച്ചമർത്തുകയോ അവളുടെ അവകാശങ്ങൾ ഹനിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇസ്ലാമിന് മുന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലനിന്നിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആമുഖം പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു സ്ത്രീക്ക് ആദരവാണ്, സംരക്ഷണമാണ്. അവൾക്കെല്ലാ അർത്ഥത്തിലുമുള്ള പവിത്രതയും അള്ളാഹുവിൻ്റെ ദീൻ കൽപ്പിച്ചിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു സ്ത്രീയോട്, ഒരു മുസ്ലിം സ്ത്രീയോട് ഹിജാബ് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അതാ അവൻ്റെ പ്രവാചകനെ വിളിച്ചു, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ പെൺമക്കളോട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയുക നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ തലയുടെ മുകളിൽ നിന്ന് അവരുടെ മുഖത്തേക്ക്, അവരുടെ മാറിടങ്ങളിലേക്ക്
അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. എന്തിനാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം, ഈ ആയത്ത്, ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചത്? അല്ലാഹു തന്നെ പറയുന്നു, ദാലിക അദ്നാ അൻ യുഅറഫ്ന, അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്. അവർ സത്യവിശ്വാസിനികളാണ്, അവർ പതിവ്രതകളാണ്, അവർ തങ്ങളുടെ ചാരിത്രം സൂക്ഷിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്. ഫലാ യുദൈൻ, അതോടൊപ്പം അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാനും വേണ്ടിയാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിന്, അവിടുത്തെ പെൺമക്കൾക്ക്, സത്യവിശ്വാസിനികൾക്ക് ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, അമറല്ലാഹു നിസാഅൽ മുഅ്മിനീൻ, അല്ലാഹു ഇദാ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് കൽപ്പിക്കുന്നു, ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജത്തിൻ, അവർ വല്ല ആവശ്യങ്ങൾക്കും തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അയ്യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റുഊസിഹിന്ന ബിൽ ജലാബീബ്, ജിൽബാബുകൾ കൊണ്ട് അഥവാ മേൽത്തട്ടം കൊണ്ട്, മുഖമക്കന കൊണ്ട് അവരുടെ തലയുടെ മുകളിൽ നിന്ന് താഴേക്ക് അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, അവരുടെ മുഖങ്ങൾ മറച്ചുകൊള്ളട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൽപ്പിച്ചത്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരോട് ഈ രൂപത്തിൽ പുറത്തേക്കിറങ്ങാൻ അന്യരുടെ ഇടയിലൂടെ, അന്യർക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിയമം അല്ലാഹു പറഞ്ഞത് അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്. സത്യവിശ്വാസിനികൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, അതുപോലെ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര മനോഹരമായ, എത്ര മഹത്തരമായ നിയമനിർദ്ദേശമാണിത്. ഇത് പാലിക്കുന്ന നാടുകളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഉപദ്രവം, അതുപോലെയുള്ള പ്രയാസങ്ങൾ, പീഡന കഥകൾ, വൃത്തികെട്ട കഥകൾ, മോശമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നില്ല. മറിച്ചവർ പതിവ്രതകളായി, മുഅ്മിനാത്തുകളായി, നല്ല സ്ത്രീകളായി അവർ കുടുംബജീവിതം നയിക്കുന്നു. എന്നാൽ ഇത് വലിച്ചെറിയാൻ പറയുന്ന, ഇത് ഊരിയെറിയാൻ പറയുന്ന, ഇതിൻ്റെ മേൽ ആക്രോശിക്കുന്ന ആളുകൾക്ക് എന്നും പറയാനുള്ളത് ഇതുപോലെയുള്ള പീഡന കഥകളാണ്, യാതന കഥകളാണ്, അതുപോലെയുള്ള പുറത്തേക്ക് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ നിയമം സഹോദരങ്ങളെ ഏറ്റവും യുക്തിപൂർണമാണ്. ഇത് പാലിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സംരക്ഷണ വലയത്തിലാണ്. അല്ലെങ്കിൽ സഹോദരങ്ങളെ, കഴുകക്കണ്ണുകൾ കൊത്തിവലിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നത് അവരുടെ ശരീരപ്രകൃതിയിലുള്ളതാണ്. ഒരാണിന് പെണ്ണിനെ കണ്ടാൽ എന്താണ് തോന്നുക എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒറ്റക്ക് പോയതും ഒരുമിച്ച് ജോലി ചെയ്തതും അങ്ങനെയുള്ള കേന്ദ്രങ്ങളും അതുപോലെയുള്ള സ്ഥലങ്ങളും പിന്നീട് അവിടെ നടന്ന കഥകൾ ചാനലുകൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞു പറയുന്ന ദുരവസ്ഥ അള്ളാഹുവിൻ്റെ ദീനിലെ മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്കില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ അങ്ങനെ ഒരു ദുരവസ്ഥ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇത് ഊരിയെറിയാൻ പറയുന്ന ആളുകൾ, ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് അവർ ആ സമയത്ത് അങ്ങനെ പറഞ്ഞാലും പിന്നീടതാ അവരുടെ ഇതുപോലെയുള്ള കഥകൾ പുറത്തേക്ക് വരുന്നു, പീഡന കഥകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അയാൾ അങ്ങനെ നോക്കി, ഇയാൾ ഇങ്ങനെ പിടിച്ചു വലിച്ചു, അയാൾ ഉപദ്രവിക്കാൻ നോക്കി എന്നൊക്കെ പറയേണ്ട ഒരു ദുരവസ്ഥ സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്കുണ്ടാവില്ല. പ്രിയമുള്ളവരെ, ഹിജാബ് എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ സംരക്ഷണത്തിന് വേണ്ടി നൽകിയതാണ്. ആ സംരക്ഷണ വലയത്തിലാണ് മുഅ്മിനീങ്ങളായ സ്ത്രീകൾ ഉള്ളത്. അവർക്കത് സംരക്ഷണമാണ്, അതാണ് അവരുടെ സ്വാതന്ത്ര്യം. എൻ്റെ ശരീരത്തിൻ്റെ അങ്കലാവണ്യം എനിക്ക് അല്ലാഹു ഹലാലാക്കി എൻ്റെ ഭർത്താവിന് മാത്രമേ ഞാൻ നൽകുകയുള്ളൂ, അയാൾക്ക് മാത്രമേ കാണാൻ ഞാൻ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകുന്നു. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം, അവകാശവാദം ഒക്കെ പറയുന്ന ആളുകൾ മുസ്ലിം സ്ത്രീയുടെ ഹിജാബിൻ്റെ കാര്യത്തിൽ മാത്രം അതില്ല.
ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യം പറയും. അതങ്ങനെയല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതങ്ങനെ ആക്കണ്ടേ, ഇതിങ്ങനെ ആക്കണ്ടേ, ഇതെന്താ അങ്ങനെയാണോ എന്നൊക്കെ പറയും. എന്നാൽ മുസ്ലിം സ്ത്രീ അവളുടെ ശരീരം മറക്കണം, അവൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഹാലിളകുന്നു. ഇത് സഹോദരങ്ങളെ, ഈ ദീനിനോടുള്ള അവരുടെ അടങ്ങാത്ത ദേഷ്യവും വെറുപ്പുമാണ്. അത് സത്യവിശ്വാസിനികളായ മുസ്ലിമീങ്ങളായ സഹോദരിമാർ തിരിച്ചറിയണം. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് തലയുടെ മുകളിൽ ഒരു നേർത്ത തുണി വിരിച്ചാൽ അതാണ് ഹിജാബ് എന്നാണ്. അതല്ല പ്രിയമുള്ളവരെ ഹിജാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് തലയുടെ മുകളിൽ നിന്ന് മുഖത്തേക്ക് മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ്. അതാണ് ഹിജാബ്, അതാണ് സംരക്ഷണം. ഇന്ന് അതല്ലെങ്കിൽ പലപ്പോഴും എക്കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ഹിജാബ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഹിജാബിൻ്റെ മാധുര്യവും മഹത്വവും അറിഞ്ഞവരാണ്, ഉൾക്കൊണ്ടവരാണ് മുസ്ലിമീങ്ങളായ സ്ത്രീകൾ, സഹോദരിമാർ. അതുകൊണ്ട് അതിൻ്റെ അഭിമാനം, അതിൻ്റെ ഇസ്സത്ത് അതൊരിക്കലും നമ്മൾ കളഞ്ഞു കുളിക്കരുത്. പഴയ കാലത്തൊക്കെ മുഖം മറച്ച് നിഖാബ് ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുക എന്നുള്ളത് എല്ലാവരും സർവ്വസാധാരണയായി കണ്ടിരുന്നതാണ്. ഇന്നിതാ പല ആളുകളും അത് ഊരിയെറിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ചർച്ചകളായി, നടുറോട്ടിൽ കൊത്തിവലിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിനൊക്കെ കാരണക്കാർ മുസ്ലിം സമുദായം തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മളെന്ന് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു മടങ്ങുന്നോ അന്ന് നമുക്ക് ഇസ്സത്തുണ്ടാകും. എല്ലായ്പ്പോഴും സൂചിപ്പിക്കാനുള്ളത് അതാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ ദീൻ പാലിക്കാൻ തയ്യാറാവുന്നോ എങ്കിൽ ഒരാളും നമ്മുടെ ദീനിൻ്റെ നിയമങ്ങൾ കൊത്തിവലിക്കാൻ വരികയില്ല. നമ്മളെല്ലാ സ്ഥലത്തും തലയിൽ നിന്ന് ഈ തട്ടം ഊരിയെറിഞ്ഞ് അങ്ങനെ ആടിപ്പാടി നടക്കുന്നു. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഒരു ഹിജാബിന് വേണ്ടിയുള്ള പ്രതിഷേധവും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. രാഷ്ട്രീയ മുതലെടുപ്പുകൾ എടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ, ഇസ്ലാമിനോടുള്ള വൈരാഗ്യങ്ങൾ മുതലെടുക്കുന്ന ആളുകളുണ്ട്. പല രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം മുന്നിലേക്ക് വരുമ്പോൾ പല ആളുകളും പ്രതികരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുക, അതിൽ അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകും. ഇന്നിതാ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു, പലപ്പോഴും ഉള്ളതാണത്. ആ സ്കൂളിൽ നിന്ന് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കുന്നില്ല, ആ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നില്ല, അവിടുത്തെ നിയമം അതിനെതിരാണ്. എന്തിനാണ് പ്രിയമുള്ളവരെ ഈ അപമാനം തലയിലേറ്റു വെക്കുന്നത്? എന്തിനാണ് ഈ അപമാനം തലയിലേറ്റി വെക്കുന്നത്? ഇത് സാധിക്കുന്ന സ്ഥലങ്ങളിൽ പഠിപ്പിച്ചാൽ പോരെ? ശിരോവസ്ത്രം ധരിച്ച സ്ത്രീയാണ് പറയുന്നത് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ നോക്കൂ, മതചിഹ്നത്തിൻ്റെ പേരിൽ അവർ ധരിച്ചിരിക്കുന്നു. എന്നാൽ ഒരു മുസ്ലിം പെൺകുട്ടി, അവൾക്കത് ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇതേ ആളുകൾ തന്നെ വേറെ വല്ല വിഷയവും വന്നാൽ എന്തേ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് എന്ന് ചോദിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, എന്തിനാണ് രക്ഷിതാക്കളെ, പ്രിയമുള്ളവരെ, ഈ അപമാനം സഹിക്കുന്നത്? നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് മക്കളുടെ ദീൻ കളഞ്ഞു കുളിക്കാൻ എന്ത് ധൈര്യമാണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വരുന്നത്? നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ അല്ലാഹു ചോദിക്കുക, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണോ, വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളാണോ, ഡിഗ്രികളാണോ ചോദിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല? അല്ലാഹു ചോദിക്കുക, നിന്റെ മകളെ നീ എങ്ങനെ വളർത്തിയെന്നാണ്. അവൾ ദീൻ പാലിക്കുന്നുണ്ടോ? നിസ്കരിക്കാൻ അയക്കാത്ത സ്കൂളുകൾ, സ്ഥാപനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതിന് സാധിക്കുന്നിടത്ത് ചേർത്തുക. എന്തിനാണ് നമ്മൾ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ സ്ഥാപനങ്ങൾ താങ്ങി നിർത്തുന്നത്? ഇസ്ലാമിൻ്റെ, മുസ്ലിമീങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ അവർ ചിന്തിക്കട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിൻ്റെ അന്തസ്സ് പാലിച്ചുകൊണ്ട് പഠിക്കാനുള്ള എത്ര സ്ഥാപനങ്ങൾ ഇതുവരെ ഉണ്ടാക്കി? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തിനീ പറയുന്ന അപമാനം നമ്മൾ സഹിക്കണം? അല്ലാഹു റബ്ബുൽ ആലമീൻ തിരിച്ചറിവ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള ആദരവും അവൾക്കുള്ള സംരക്ഷണവും
എല്ലാ അർത്ഥത്തിലും നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീയോട് അള്ളാഹു പല രൂപത്തിലുള്ള കൽപ്പനകളും നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത്. അതുപോലെ തന്നെ 5 നേരത്തെ നിസ്കാരങ്ങൾ, അതുപോലെ ഈ പറഞ്ഞ ഹിജാബ്, അതുപോലെ അവളുടെ സംസാരം ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് പോലെ പൊതുവെയുള്ള അന്യരായ ആളുകളോട് സംസാരിക്കാൻ പാടുള്ളതല്ല. അന്യരുമായി ഇടകലരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ ഒരു മുസ്ലിം സ്ത്രീക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ നൽകിയിട്ടുണ്ട്. അതൊക്കെ സഹോദരങ്ങളെ ഈ പറഞ്ഞ ഹിജാബിൻ്റെ ആയത്തിൽ പറഞ്ഞതുപോലെ സംരക്ഷണമാണ്. അവൾ തിരിച്ചറിയപ്പെടാനാണ്, അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ്. രക്ഷിതാക്കളും സഹോദരങ്ങളും ഭർത്താക്കന്മാരുമൊക്കെ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണിത്. കാലങ്ങൾ അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ, നാടോടുമ്പോൾ നടുകെ ഓടണം എന്ന ഒരു തത്വവുമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ദീനിൻ്റെ പലതും നമ്മൾ അടിയറ വെക്കേണ്ടി വരും, നമ്മൾ പലതും വലിച്ചെറിയേണ്ടി വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് വന്നിറങ്ങുകയും ചെയ്യും. പിന്നെ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഇസ്സത്ത്, അന്തസ്, പ്രതാപം, അഭിമാനം അത് കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. أما بعد, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ സ്ത്രീകൾക്ക് എത്രമാത്രം ആദരവ് നൽകിയിട്ടുണ്ട് എന്നതിന് ചരിത്രത്തിൽ അനേകം തെളിവുകൾ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലതാ സ്ത്രീകൾക്ക് ആദരവ് നൽകിയതിൻ്റെ ഉദാഹരണം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ, ഫിർഔനിൻ്റെ ഭാര്യയാണവർ. അല്ലാഹു പറയുന്നു, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. മുഅ്മിനീങ്ങൾക്കിതാ അല്ലാഹു ഉദാഹരണം പറയുന്നു. ആരാണ് അല്ലാഹു ഉദാഹരണം പറഞ്ഞ ആ മഹത് വ്യക്തിത്വം? ഇംറഅതു ഫിർഔൻ, ഫിർഔനിൻ്റെ ഭാര്യയാണ്. അല്ലാഹു പറയുന്നു, അവർ പറഞ്ഞു, ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അവർ പറഞ്ഞ സന്ദർഭം, അവർ പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ റബ്ബേ, സ്വർഗത്തിൽ നിൻ്റെ അടുക്കൽ എനിക്ക് നീ ഒരു വീട് പണിയണേ റബ്ബേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണേ. വനജ്ജിനി മിനൽ ഖൗമി ദ്ദാലിമീൻ, അതിക്രമകാരികളായ ഈ സമൂഹത്തിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണേ. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു ഉദാഹരണം പറഞ്ഞത് ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ മറിയമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവരുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു പറയുന്നു, വമറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം, അല്ലതി അവരെങ്ങനെയുള്ളവരാണ്, അഹ്സനത് ഫർജഹ. അല്ലാഹു ആദ്യം എടുത്തു പറഞ്ഞത് അവർ തൻ്റെ ലൈംഗികാവയവം സൂക്ഷിച്ച വനിതയായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ സ്ത്രീകൾക്ക് നൽകിയ ആദരവാണിത്. ഇനി നിങ്ങളതാ നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഹദീസ് റിവായത്ത് ചെയ്ത റാവിമാരിൽ ധാരാളം ഹദീസ് റിവായത്ത് ചെയ്ത ഒരു സ്വഹാബി വനിത നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ
വലിയ ചരിത്രരേഖയാണ്. അതാ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ നേതാവാണവർ സ്വർഗത്തിൽ. എത്ര ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്ന് പറയുന്ന ആളുകൾ, അവർക്കിതുപോലെ എടുത്തു പറയാൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മഹതികളായ മഹത്വമുള്ള എത്ര സ്ത്രീകളുണ്ട്, എത്ര ആളുകളുടെ പേരുകൾ അവർക്ക് പറയാൻ സാധിക്കും. ഇന്നും ലോകത്തെ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങളായ ആളുകൾ കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നു ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഹദീസുകൾ. ഇങ്ങനെ ഏറ്റവും നല്ല ഒരു സ്ഥാനമാനങ്ങൾ ലഭിച്ച എത്ര സ്ത്രീകളുണ്ട് ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതല്ലെങ്കിൽ അവർ പറയുന്നവരിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മൾ തിരിച്ചറിയുക, അല്ലാഹുവിൻ്റെ ദീനിൽ സംരക്ഷണവും ആദരവുമാണ് ഒരു സ്ത്രീക്ക് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. അതുപോലെ രക്ഷിതാക്കൾ, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്ത്രീകൾ. അവരുടെ മേൽ നമുക്ക് കൈകാര്യകർത്തൃത്വം അല്ലാഹു നൽകിയത് നമ്മുടെ ഉത്തരവാദിത്തമാണത്. നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സ്ത്രീകൾ, നമ്മുടെ പെൺമക്കൾ അല്ലാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായ ഒരു രൂപത്തിൽ ഇറങ്ങിപ്പോവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ അവരെ പഠിപ്പിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം, അവർക്ക് ദീൻ പാലിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. ഭൗതികതയിൽ മുങ്ങി മരിക്കുന്ന ഭൗതികതയുടെ അടിമത്തത്തിന് നമ്മൾ ഒരിക്കലും കീഴൊതുങ്ങി പോവരുത് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഈ ആധുനിക കാലഘട്ടത്തിലെ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതികളുമായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവർക്ക് അല്ലാഹുവിൻ്റെ ദീനിലെ മഹദികളായ വനിതകളുടെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. അല്ലാഹുവിൻ്റെ ദീനിൽ സ്ത്രീകൾക്ക് നൽകിയ ആദരവ് പറഞ്ഞു കൊടുക്കുക. ഈ ഹിജാബ് എന്ന മറ അവർക്ക് നൽകിയ പരിശുദ്ധിയാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ മാപ്പിളമാർ തന്നെ ഹിജാബിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇത്തരം ചർച്ചകൾ വരുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ, മുസ്ലിം നാമധാരികളായ ആളുകൾ പറയും, സ്കൂളിൽ ഇപ്പോൾ ഹിജാബ് വേണ്ടതുണ്ടോ, സ്കൂളിൽ ഇപ്പോൾ തട്ടം വേണ്ടതുണ്ടോ? എന്തൊരു ബാലിശമായ വൃത്തികെട്ട ചോദ്യമാണ് പ്രിയമുള്ളവരെ ഇത്. അള്ളാഹുവിൻ്റെ ദീനിൽ ഈ നിയമങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ ഓതുന്ന, പാരായണം ചെയ്യുന്ന മുസ്ലിം എന്ന് പേരുള്ളവൻ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ തട്ടം ഹിജാബിൻ്റെ കാര്യത്തിൽ വാശി പിടിക്കേണ്ടതുണ്ടോ? വേറെ ചില ആളുകൾ, ഇസ്ലാമിൻ്റെ പേരുള്ള തനിച്ച കപട വിശ്വാസികൾ, ഫെമിനിസ്റ്റ് ചിന്താഗതികളുള്ള ആളുകൾ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തേ ഇല്ല, നീ വായിച്ച ഖുർആനിൽ അതില്ല, അള്ളാഹു ഇറക്കിയ കിതാബിൽ ഖുർആനിൽ അതുണ്ട് എന്നേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വർദ്ധിക്കും, ഒരു സംശയവുമില്ല. അന്ന് നമ്മൾ ദീന് മുറുകെ പിടിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും, കുഴപ്പങ്ങളിൽ നിന്നും, എല്ലാവിധ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ അല്ലാഹു തിരിച്ചയക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.